കാക്കോ, നിങ്ങൾ ഇവിടെ അങ്ങനെ മുടിയും ജീവി നിന്നോ? ഓല് കണ്ടോ മാസം ട്രിപ്പും പോവും, അടിച്ചുപൊളി ജീവിതവും. എന്തൊരു ഗതികേടേ. അളിയാ, നിങ്ങളെ രണ്ടാളെയും കൊണ്ടേ എനിക്കൊരു തൊഴിലില്ല. ഒരുത്തിയാണെങ്കിൽ അവിടെ സമാധാനം തരുന്നില്ല. അല്ല, നിങ്ങൾ ഈ മാസം ട്രിപ്പ് പോകാൻ നിങ്ങൾക്ക് ഇത് എവിടെ പൈസ? ആരുടെ പൈസ? നിന്റെ പൈസ ഒക്കെ ഒന്നല്ല, ഓള് പൈസ ഉണ്ടാക്കണു, എന്നെ കൊണ്ടുപോകും. ഇൻഫ്ലുവൻസേഴ്സ് എന്ന പേരിൽ ആളെ പറ്റിക്കുന്നത് തൊഴിലാക്കിയ കുറെ ജന്മങ്ങളുണ്ട്. കുറച്ച് ദിവസങ്ങളായി അവർ ഓരോരുത്തരായി നമ്മളിങ്ങനെ എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതിന്റെ തുടർച്ചയാണ് ഇന്നത്തെ വീഡിയോ. ഈ ബെറ്റിംഗ് ആപ്പുകളും ഫ്രണ്ട്സ് ആപ്പുകളും പോലുള്ള ഉടായ്പ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്ത് ആളെ കെണിയിലാക്കുന്ന ഈ സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സിനെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റൂലല്ലോ. വെറുതെ വിട്ടാൽ ഇവർ പിന്നെയും ഈ പരിപാടി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. നല്ല സുഖമുള്ള പണിയാണല്ലോ, ഇഷ്ടംപോലെ പൈസയും കിട്ടും. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മണി ചെയിൻ തട്ടിപ്പിനെ പ്രൊമോട്ട് ചെയ്ത ചില ഇൻഫ്ലുവൻസേഴ്സിനെ കുറിച്ചാണ്. MLM അഥവാ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന പേരിൽ കുറെ കാലമായി നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു ഫ്രോഡ് പരിപാടിയാണിത്. സംഭവം മണി ചെയിൻ ആണ്, ശുദ്ധ തട്ടിപ്പാണ്. പക്ഷെ പെട്ടെന്ന് നോക്കുന്ന ഒരാൾക്ക് ഇത് തട്ടിപ്പാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല. കാരണം അതിന്റെ ഒരു സ്ട്രക്ചർ അങ്ങനെയാണ്. ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എല്ലാം തട്ടിപ്പാണെന്നല്ല ഞാൻ പറയുന്നത്. ഈ മണി ചെയിൻ പരിപാടിയെ ലീഗലാക്കാൻ വേണ്ടി കുറെ തട്ടിപ്പ് പ്രൊഡക്ട്സ് ഇറക്കി MLM-ന്റെ പേരും പറഞ്ഞ ആൾക്കാർക്ക് കൊടുക്കുന്ന ചില വീരന്മാരുണ്ട്. അവരെ കുറിച്ചാണ്. 10 പൈസക്കില്ലാത്ത പ്രൊഡക്ട്സ് ആയിരിക്കും ഇവർ മാർക്കറ്റിൽ ഇറക്കുന്നത്. 10 രൂപയുടെ സോപ്പിന് 100 രൂപ വില ഇടും. എന്നിട്ട് വലിയ തുകക്ക് ആളുകൾ ഇത് വാങ്ങുന്നു, മൂഞ്ചുന്നു, പൈസ പോകുന്നു. ഇതാണ് പരിപാടി. പല പേരുകളിൽ ഈ തട്ടിപ്പ് ഇവിടെ നടക്കുന്നുണ്ട്. ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ കൊടുകുത്തിയ ചില ഇൻഫ്ലുവൻസേഴ്സും ഇറങ്ങിയിട്ടുണ്ട്. ഈ ഉമ്മയും മോനും എന്ന് പറയുന്ന ഫാമിലി വ്ളോഗേഴ്സിനെ എല്ലാവരും അറിയുന്നുണ്ടാകും. അവർ ചെയ്തൊരു പ്രൊമോഷൻ വീഡിയോ നമുക്കൊന്ന് കണ്ടോക്കാം. ഫ്ലൈറ്റ് ഇപ്പൊ വരുന്നൊക്കെ ഇതെന്താ ബസ്സോ ഓട്ടോയോ മറ്റോ ആണോ? അല്ല, വിമാനങ്ങൾ മുറ്റത്തൊന്ന് നിർത്തുന്ന പോലാണല്ലോ പറയുന്നത് കേട്ടാ തോന്നാം. എന്തായാലും ഫ്ലൈറ്റ് ഇപ്പൊ വരുന്ന ഇത്താത്ത പറഞ്ഞതല്ലേ, ഒന്ന് പോയേക്കാം. കാക്കോ, നിങ്ങൾ ഇവിടെ അങ്ങനെ മുടിയും ജീവി നിന്നോ? ഓല് കണ്ടോ മാസം ട്രിപ്പും പോവും, അടിച്ചുപൊളി ജീവിതവും. എന്തൊരു ഗതികേടേ. കാക്കോ, നിങ്ങൾ ഇത്താത്തനെ വർത്താനം കേട്ട് ചാടാൻ നിൽക്കണ്ട. നിങ്ങളിപ്പോ നിൽക്കുന്നിടത്ത് നിന്നോളി. താത്ത ഇതും പറഞ്ഞു പോകും. അത് കേട്ട് നിങ്ങൾ മറ്റവനോട് പോയി ചോദിക്കും, എനിക്ക് അവിടെ നിന്നാണ് എത്രയും പൈസ, ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഫോറിൻ ട്രിപ്പ് പോകാനൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന്. അത് കേട്ട് മറ്റാൾ മണി ചെയിനെ കുറിച്ചും അതുവഴി ഉണ്ടാക്കിയ പൈസയെ കുറിച്ചും വിദേശ ട്രിപ്പുകളെ കുറിച്ചും ഒക്കെ നിങ്ങളോട് പറയും. അത് കേട്ട് കണ്ണ് മഞ്ഞളിച്ച നിങ്ങൾ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി അതിൽ പോയി ചേരും. ഇതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാ. ഇത് ഇവരുടെ ഒരു പാറ്റേൺ ആണ്. കുറച്ച് പേർക്ക് പുതിയ കാറും ലക്ഷറി ലൈഫൊക്കെ അങ്ങ് സെറ്റ് ആക്കി കൊടുക്കും. ഇത് കാണുന്ന ആൾക്കാർക്ക് കൊള്ളാലോ പരിപാടി എന്ന് തോന്നും. അങ്ങനെ അവർക്ക് കുറെ ആൾക്കാരെ കിട്ടും. ബാക്കിയാണ് നോക്കാം. അളിയാ, നിങ്ങളെ രണ്ടാളെയും കൊണ്ടേ എനിക്കൊരു തൊഴിലില്ല. ഒരുത്തിയാണെങ്കിൽ അവിടെ സമാധാനം തരുന്നില്ല. അല്ല, നിങ്ങൾ ഈ മാസം ട്രിപ്പ് പോകാൻ നിങ്ങൾക്ക് ഇത് എവിടെ പൈസ? ആരുടെ പൈസ? നിന്റെ പൈസ ഒക്കെ ഒന്നല്ല, ഓള് പൈസ ഉണ്ടാക്കണു, എന്നെ കൊണ്ടുപോകും. താത്താന്റെ പൈസക്ക് അതെങ്ങനെ? അതെ, അവള് വീട്ടിലിരുന്ന് ഓൺലൈനിലായിട്ട് ഫോർ എവർ ലിവിംഗ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ മന്ത്ലി നല്ലൊരു പൈസ ഉണ്ടാക്കിട്ട്. അത് ശരി, പൈസ ഉണ്ടാക്കിയിട്ട് എങ്ങനെ കുന്നുകൂട്ടി വെക്കാൻ സ്ഥലമില്ലേ? എന്താ ഇപ്പൊ ചെയ്യല്ലേ? പാവുണ്ട്. ഈ പ്രൊമോട്ട് ചെയ്യുന്ന മണി ചെയിനിന്റെ ഏഴത്ത് കൂടി പോലും ഇവര് പോയിട്ടുണ്ടാവില്ല. എന്നിട്ടാണ് ഇരുന്ന് കോണടിക്കുന്നത്. എന്തായാലും ബാക്കി പറ. അത് മാത്രമല്ല, നമ്മൾ നല്ല രീതിക്ക് ജോലി ചെയ്യണമെങ്കിലേ മന്ത്ലി നല്ലൊരു ഇൻകവും കാർ പ്ലാൻ അച്ചീവും ഷെയർമാൻ ബോണസും ഉണ്ട്. അല്ലളിയാ, ഈ കമ്പനിക്ക് വിശ്വസിക്കാൻ പറ്റും ഇന്നത്തെ കാലത്ത്? 100% വിശ്വസിക്കുക. കാരണം 170 രാജ്യമായിട്ട് വ്യാപിച്ച് 47 വർഷമായിട്ട് വിജയകരമായിട്ട് പോകുന്ന സ്ഥാപനം. 100% വിശ്വസിക്കാൻ നോക്കി ഒരൊറ്റ തള്ള. ഇവൻ വെള്ളത്തിലിട്ട് പൂങ്ങി ഉണ്ടാക്കിയ കമ്പനിയാണെന്നാണ് പറച്ചിൽ കേട്ടാ തോന്നുന്നത്. ഇവരൊന്നും ഇതിൽ ചേർന്നിട്ട് പോലും ഇല്ല. എന്നിട്ടാണ് 100% വിശ്വസിക്കാന്നൊക്കെ തള്ളി വെക്കുന്നത്. കോമഡി എന്ന് വെച്ചാണെങ്കിൽ ഈ പ്രൊമോഷൻ വീഡിയോ ഇപ്പൊ അവന്റെ അക്കൗണ്ടിൽ കാണാനില്ല. 100% വിശ്വസിക്കാമെങ്കിൽ പിന്നെ എന്തിനാണ് ഇവനിത് റിമൂവ് ചെയ്തത്? എനിക്ക് തോന്നുന്നത് ഈ അടുത്ത് ഈ ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്തപ്പോൾ ചിലരുടെ ഇൻസ്റ്റാ അക്കൗണ്ടുകൾ പൂട്ടിപ്പോയല്ലോ. അത് കണ്ടു പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു. അപ്പൊ ഇവന് തന്നെ അറിയാം ഇത് തട്ടിപ്പാണെന്നും ഇത് വെച്ചോണ്ടിരുന്ന ഇൻസ്റ്റാഗ്രാം പൂട്ടിപ്പോകുമെന്നൊക്കെ അല്ലെ. ആൾക്കാർ പറ്റിക്കപ്പെട്ടോട്ടെ, അവരുടെ പൈസ പോയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. തന്റെ അക്കൗണ്ട് പോകുമെന്ന് കണ്ടപ്പോൾ ആളെന്താക്കി, നൈസായിട്ട് വീഡിയോ റിമൂവ് ആക്കി. ഇവനൊക്കെയാണ് അക്ഷരം തെറ്റാതെ ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കേണ്ടത്. ഒന്നും പറയണ്ട, ബാക്കി നോക്കാം. നിങ്ങൾ ഈ മാസം ടൂറൊക്കെ പോണത് എങ്ങോട്ടാ? എടാ, അതൊക്കെ ഇതിൽ പെട്ടാണ്. 2 ഇന്റർനാഷണൽ ട്രിപ്പും 3 നാഷണൽ ട്രിപ്പും അത് ഫ്രീ ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ അതാണല്ലേ കാര്യം. അതെ, ഇവിടെ ഇങ്ങനെ പാത്രം കഴുകി കിടന്നോ? അവിടെ പൈസ ഉണ്ടാക്കണത് അളിയനല്ല, ഇത്താത്ത അവിടെ പൈസ ഉണ്ടാക്കി ഒരു കറങ്ങാൻ അടിച്ചു കൊടുക്കണം. ഞാൻ നല്ല കാലം ഇനി തന്നെ ഉള്ളൂ. എന്തെങ്കിലും അങ്ങനത്തെ പണി എന്തെങ്കിലും നോക്കാം. അപ്പൊ നിങ്ങൾക്കും വീട്ടിലിരുന്നുകൊണ്ട് ഇതുപോലെ മന്ത്ലി നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കുക, അതിന്റെ ട്രിപ്പുകൾ അടിച്ചു പൊളിക്കുക. അതിന്റെ കൂടുതൽ വിവരങ്ങൾക്ക് ഇവരുടെ നമ്പറും ഡീറ്റെയിൽസും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ കോൺടാക്ട് ചെയ്തോളൂ. വേഗം ചെന്ന് കയറിക്കൂടി. കൊട്ട നിറയെ പൈസയും വിദേശത്ത് യാത്രയും ഒക്കെ ഇപ്പം കിട്ടും. നോക്കിയിരുന്നോ? എന്താലേ, ഇവനൊക്കെ വർത്തമാനം കേട്ടിട്ട് എത്ര മനുഷ്യന്മാർ ഈ തട്ടിപ്പിലൊക്കെ പോയി ചാടിയിട്ടുണ്ടാകും, എത്ര പേരുടെ പൈസ പോയിട്ടുണ്ടാകും. ലോകത്ത് എവിടെയും ഇല്ലാത്ത വിലക്ക് ഇവർ തരുന്ന തട്ടിക്കൂട്ട് പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ വീടിന്റെ ഏതെങ്കിലും മൂലയിലേക്ക് എടുക്കുന്നല്ലാതെ ഒരു ഉപകാരം ഉണ്ടാവില്ല. എങ്ങനെയും വിറ്റ് ഒഴിവാക്കാമെന്ന് വിചാരിച്ചാലും ബോധവും വിവരമുള്ള ഒരു മനുഷ്യനും ഇത് വാങ്ങാനും പോണില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രൊഡക്റ്റ് ഒക്കെ ഇവരുടെ തട്ടിപ്പിനെ മറച്ച് പിടിക്കാനുള്ള ഒരു മുഖംമൂടി മാത്രമാണ്. ഒരാൾ വലിയ തുക കൊടുത്ത് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നു, പോയ പൈസ തിരിച്ചു പിടിക്കാൻ
പറ്റിക്കാൻ വേണ്ടി ഇയാൾ വേറെ ആളെ ചേർക്കുന്നു, അയാളുടെ പൈസയും പോകുന്നു. അങ്ങനെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. തീർത്തും ന്യൂനപക്ഷമായിട്ടുള്ള കുറച്ച് പേർക്ക് മാത്രമേ ഇതിൽ നിന്നും ലാഭം ഉണ്ടാക്കാൻ കഴിയാറുള്ളൂ. അടുത്ത കണ്ടോക്കാം. ഹലോ ദിൽഷാക്ക, പിന്നെ എൻ്റെ ഒരു കസിൻ എന്നോട് കഴിഞ്ഞ മാസം റീചാർജ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ കഴിഞ്ഞ മാസം റീചാർജ് ചെയ്ത് കൊടുത്ത്. അപ്പം ഈ മാസം റീചാർജ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? അങ്ങോട്ട് റീചാർജ് ചെയ്ത് കൊടുത്താത്ത, അല്ലാണ്ട് ഇപ്പൊ എന്താക്കാനാ? ആട്ടാരെ പറ്റിച്ച് കുറെ ഉണ്ടാക്കുന്നതല്ലേ. അതിനൊരു 100-300 അടുത്ത് റീചാർജ് ചെയ്തോട്. ഇല്ല പിന്നെ ബാക്കി നോക്കാം. ഹലോ, ഭയങ്കര പാവപ്പെട്ടോലെ ഡിവോഴ്സും ആണ്. ഞാൻ ചോദിച്ചപ്പോ തിരക്കില്ലേനോ. പിന്നെ അതല്ല, റീചാർജ് ഇപ്പോ ഈ മാസം ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, പാവപ്പെട്ടവരല്ല. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, അവർ എന്റെ കാക്കൊരു നന്മമരം തന്നെ, പാവങ്ങളുടെ ഒരു പടത്തലവൻ, റീചാർജ് വീരൻ. പക്ഷെ അവസാനം എന്തോ ഒരു പക്ഷേ പറയുന്നുണ്ടല്ലോ കാക്ക, എന്താണാവോ? വാ നോക്കി നോക്കാം. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, അവർക്ക് ഇനി മുന്നോട്ട് ജീവിക്കാൻ അവർക്ക് എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അവർക്ക് വല്ല ജോലി നോക്കിക്കൂടെ. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഏൺ വിത്ത് ഹർഷീന എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലാ, ഏൺ വിത്ത് ഹർഷീന. കാരണം അവര് പിന്നെ വീട്ടിലിരുന്നു കൊണ്ട് സമ്പാദിക്കാൻ പറ്റും. നമ്മൾ അത്യാവശ്യം സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കാൻ അറിഞ്ഞാൽ മതി, ഫോണിലൊക്കെ ഉപയോഗിക്കാൻ അറിഞ്ഞാൽ മതി. അങ്ങനെ പറ. എനിക്ക് അപ്പോഴേ തോന്നി ഇത് ഇവിടേക്ക് ചെന്ന് അവസാനിക്കുമെന്ന്. വല്ലാത്തൊരു കരുതൽ തന്നെ. കാക്കൊരു മോഡേൺ പുരോഗമന സിംഗം തന്നെ. എല്ലാ മാസവും റീചാർജ് ചെയ്ത് കൊടുക്കാൻ കഴിയാത്തോണ്ടല്ല, ഒറ്റയ്ക്ക് ജീവിക്കുന്ന പെണ്ണല്ലേ. അവൾ ജോലിക്ക് പോയി സ്വയം പര്യാപ്തയാവട്ടെ എന്ന് വിചാരിച്ചോണ്ടാണ്. കാക്ക പറഞ്ഞ ആപ്പിൽ കൊണ്ടുപോയി തല വെച്ച് കൊടുത്താൽ മതി. ഇപ്പൊ റീചാർജ് ചെയ്യാനുള്ള പൈസയിൽ ഇല്ലാത്തുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ കഞ്ഞി കൂടി മുട്ടിക്കോളൂ. ബാക്കി ഉണ്ടോക്കാം. പിന്നെ 18 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ഇത് ചെയ്യാം. അത്യാവശ്യം പൈസ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ 7 ദിവസം ട്രെയിനിങ് അവർ തരുന്നുണ്ട്. ആ ട്രെയിനിങ്ങിൽ നമുക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ചേർന്നാൽ മതി. ഭയങ്കര സിമ്പിൾ കാര്യമാണ്. അപ്പോൾ എന്നാൽ അവരോട് അത് നോക്കാൻ പറഞ്ഞൂടെ? അതാകുമ്പോൾ അത്യാവശ്യം പൈസയും കിട്ടും, വീട്ടിൽ നിന്ന് എടുക്കും, ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല. ഞാൻ വന്നിട്ട് അവരെ വാട്സപ്പ് നമ്പർ താഴെ നമ്പർ കൊടുക്കാം, അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. ആ നമ്പറിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ പറഞ്ഞാൽ മതി. അപ്പൊ എല്ലാവർക്കും വീട്ടിലിരുന്നുകൊണ്ട് സമ്പാദിക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ. അപ്പൊ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി, ഏൺ വിത്ത് ഹർഷീന. ഓക്കേടാ മുത്തേ, എല്ലാം ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും വീട്ടിലിരുന്ന് സമ്പാദിക്കാമെന്നല്ല പറഞ്ഞത്. നീ ആദ്യം നിന്റെ വീട്ടിലിരുന്ന് എത്ര സമ്പാദിച്ചു എന്നതിന്റെ കണക്ക് പുറത്തു വിട്. വീട്ടുകാരെയും കുടുംബക്കാരെയും ഒക്കെ ആദ്യം പൈസക്കാരാക്കി കാണിക്കും, എന്നിട്ട് നാട്ടുകാരെ നന്നാക്കാൻ ഇറങ്ങിയാൽ മതി. അവന്റെ ഒരു റീചാർജും കോപ്പും എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇനി വേറൊരു ടീമുണ്ട്, ഫാമിലി വ്ളോഗേഴ്സ് തന്നെയാണ്. അവരുടെ അവരാതും കൂടി കണ്ടു നിർത്താം. എനിക്കൊരു ലാപ്ടോപ്പ് വാങ്ങി തരുമോ? ഇപ്പൊ എന്റെ അടുത്ത് അതിന്റെ ക്യാഷ് ഇല്ല, ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചു തരാം. മോളോ, അനക്ക് ലാപ്ടോപ്പ് ഞാൻ വാങ്ങിത്തരാം. ഉമ്മാക്ക് എവിടുന്നാ ക്യാഷ് അതിന്? നിങ്ങളിപ്പോ എന്തൊക്കെ എഴുതി ഞാൻ ഫോണിലും കളിച്ചിങ്ങനെ ഇരിക്കണെന്നോ? എന്നാ അങ്ങനെയല്ല കേട്ടോ, ഞാനേ വർക്ക് ഫ്രം ഹോം ചെയ്യാണ്. അപ്പൊ അതിന് ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ടേ? ഇതിന് ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട, മാത്രല്ല ഇൻവെസ്റ്റ്മെന്റും വേണ്ട. നമ്മുടെ ഒഴിവ് സമയത്തിനനുസരിച്ച് 2-3 മണിക്കൂർ വർക്ക് ചെയ്താൽ മതി. നമുക്ക് വീട്ടിലിരുന്ന് തന്നെ സമ്പാദിക്കാൻ പറ്റും. ഒരു മൊബൈൽ ഫോണും പിന്നെ അത്യാവശ്യം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാനും അറിഞ്ഞാൽ മതി. അപ്പൊ ഇതിനെങ്ങനെ വർക്ക് ചെയ്യണേ? ആദ്യത്തെ ഒരാഴ്ച ഒരു ഫ്രീ ട്രെയിനിങ് തരും. അതിനുശേഷം നമുക്ക് പറ്റുകയാണെങ്കിൽ മാത്രം ജോലി ചെയ്താൽ മതി. ഹൗസ് വൈഫിന് മാത്രമല്ല കേട്ടോ, സ്റ്റുഡൻസിനും അതുപോലെ മറ്റു ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഇതിൽ പാർട്ട് ടൈം ആയിട്ടും ഫുൾ ടൈം ആയിട്ടും ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. മാത്രമല്ല ഞാൻ അക്കൗണ്ട് മെൻഷനും ചെയ്തിട്ടുണ്ട്. സന്തോഷം. എന്നാലും ഇത്രയും നന്മപരങ്ങളായിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ വേറെ എവിടെ കാണാൻ കിട്ടും അല്ലെ? എല്ലാവരും പൈസ ഉണ്ടാക്കണം, നല്ല നിലയിലെത്തണം എന്ന ആഗ്രഹം കൊണ്ട് മാത്രമാണ് കേട്ടോ ഇവർ ഈ പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുന്നത്. അല്ലാണ്ട് ആളെ പറ്റിക്കാൻ വേണ്ടിയൊന്നുമല്ല. പാവങ്ങളെ വെറുതെ തെറ്റിദ്ധരിക്കരുത്. വെറും സോഷ്യൽ സർവീസ് മാത്രം ഒന്നും പറയണ്ട. ഇതൊക്കെയാണ് ഇൻഫ്ലുവൻസേഴ്സ്. ഇതൊക്കെ ആവണമട ഇൻഫ്ലുവൻസേഴ്സ്. അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളുകളിൽ നിന്നും നീ പഠിച്ചെടുത്ത ഇൻഫ്ലുവൻസേഴ്സ് അല്ല. ഉടായ്പകൾക്ക് കൈയും കാലും വെച്ച അൽ ഇൻഫ്ലുവൻസേഴ്സ്. ആളെ പറ്റിക്കുന്നതിൽ ബിരുദവും ബിരുദാനന്ദ ബിരുദവും എടുത്ത മോസ്റ്റ് മോഡേൺ കാറ്റസ്ട്രോഫിക് ഇൻഫ്ലുവൻസേഴ്സ്. വെറുതെ അവരോടൊന്നും പോയി ഉടക്കാൻ നിൽക്കണ്ട. ഉടച്ച് കൈ തരും, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇവര് നിങ്ങൾ ഒടിച്ച് കൈ തരും. ഇവരെ വിശ്വസിച്ച് ഇറങ്ങാൻ നിൽക്കണ്ട. നിങ്ങളുടെ കുടുംബം ഇവര് ഒളിപ്പിച്ചു തരും. ഉജാലയുടെ ഹോൾസെയിൽ ഡീലർമാരാണ് ഇവരെല്ലാവരും. സ്വന്തം കീശ വീർപ്പിക്കുക എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമേ ഇവർക്കുള്ളൂ. അതല്ലാതെ നിങ്ങൾ നന്നായി കാണണമെന്നുള്ള ഒരാഗ്രഹം ഇവർക്ക് ആർക്കും ഇല്ല. അതെപ്പോഴും മനസ്സിലുണ്ടായിക്കോട്ടെ. അത്ര എനിക്ക് പറയാനുള്ളൂ. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.